മഹാമാന്യന്മാരെ, കോട്ടയം നഗരത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ, പൗരപ്രമുഖന്മാരെ, ഞാൻ പറയാതെ തന്നെ ഇതൊരു യാത്രയപ്പ് യോഗമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യാത്ര പോകുന്നവരെ ഞാൻ പ്രത്യേകം പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ഇമാതിരിയുള്ള ചടങ്ങുകളിൽ അനിവാര്യമായ ഒന്നാണല്ലോ ഈ പരിചയപ്പെടുത്തൽ. യാത്ര പോകേണ്ടവർക്ക് ട്രെയിനിന് സമയമായി. വളരെ തിടുക്കത്തിൽ ആ കർമ്മം ഞാൻ നിർവഹിക്കാം. ആദ്യമായി ടോണി കുരിശിങ്കൽ. മാല കൊണ്ടുവരാ. ടോണിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ടോണി കുരിശിങ്കൽ, കുരിശിങ്കൽ കറിയാച്ചന്റെ, അതായത് ടോണി ഈ ബാറിൽ വന്ന് ചേക്കേറുന്നതിന് മുമ്പ് ഇവിടെ അല്ലറ ചില്ലറ തരികിടകളൊക്കെ കാണിച്ചിട്ടുള്ള സാക്ഷാൽ കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ കറിയാച്ചന്റെ ഏക മകൻ. സ്ഥലത്തെ പ്രധാന മാന്യനും, അതായത് പ്രധാന ആഭാസനും, സാമൂഹ്യ വിരുദ്ധനും, റബ്ബർ ഷീറ്റും തേങ്ങയും കുരുമുളകും ഏലക്കായും എന്തിന് ഒട്ടുപാല് മുതൽ മോഷ്ടിച്ച് ഈ ബാറിലെ പറ്റു തീർക്കുകയും കറിയാച്ചന് നിത്യ തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന ശ്രീമാൻ ടോണിയെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ പോട്ടാ, അവിടെ നിൽക്കുക. അടുത്തതായി ശ്രീമാൻ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ഹിച്ച്കോക്കിനെ അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന മദ്യപാനികളും ആഭാസന്മാരുമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരുപക്ഷെ ഹിച്ച്കോക്കിനെ നമ്മളെക്കാളും നന്നായിട്ട് അറിയാം. അതൊരുമാതിരി മറ്റേ വർത്തമാനമല്ലോടാ. അയ്യേ, ഞാൻ മറ്റേ അർത്ഥത്തിലല്ല പറഞ്ഞത്. മലയാള പൈങ്കിളി വാരിക ശാഖയെ ഒറ്റയ്ക്ക് താങ്ങി നിർത്താൻ കഴിവുള്ള ഒരു തൂണാണ് സുപ്രസിദ്ധ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റായ ശ്രീമാൻ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. അവനെ പിടിച്ചോളെ. ഇദ്ദേഹത്തിന്റെ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന ലേറ്റസ്റ്റ് നോവൽ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിനും ഞാൻ ഈ യാത്രയപ്പിയോഗത്തിൽ സ്വീകരണം നൽകുന്നു. അടുത്തത് ശ്രീമാൻ ഹരി. വെറും ഹരിയല്ല, കുമ്പളം ഹരി. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ വിദ്യാർത്ഥി ജീവിതത്തിന്റെ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് 9ഓളം രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച് ഇപ്പതാ 10ാമത്തെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറിയിരിക്കുന്ന, അടുത്തു തന്നെ മന്ത്രിയാകാൻ പോലും സാധ്യതയുള്ള, ഒരുപക്ഷെ ഭാഗ്യം സിദ്ധിച്ചില്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറെങ്കിലും ആകാൻ സാധ്യതയുള്ള ശ്രീമാൻ കുമ്പളം ഹരിയെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ മാന്യ സുഹൃത്തുക്കൾക്ക് ട്രെയിന് സമയമായി പോണം. നമ്മുടെ മാന്യ സുഹൃത്തുക്കൾക്ക് ട്രെയിനിന് സമയമായി. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതിനു മുമ്പായി ഒരു വാക്കുകൂടി. ഇവരെന്തിനാണ് മദ്രാസിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശരി, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. 3 ഉദ്ദേശങ്ങളാണ്. കോട്ടയം പട്ടണത്തിന് അഭിമാനം പകരുന്ന 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ മദ്രാസിലേക്ക് പോകുന്നത്. 1, കോട്ടയം പട്ടണത്തിൽ ടിവിയിൽ ക്രിക്കറ്റ് കളി കണ്ടിട്ടുള്ളവരേ ഉള്ളൂ, അല്ലെങ്കിൽ റേഡിയോ ചെവിയിൽ വെച്ച് മനസ്സിലാകാത്ത കമന്ററി ആയിട്ട് കൈയടിക്കുന്നവർ. എന്നാൽ മദ്രാസിൽ നടക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് നേരിട്ട് കാണുക. ശ്രീമാൻ ഹിച്ച്കോക്കിന്റെ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന നോവൽ ഏതെങ്കിലും പ്രശസ്ത സംവിധായകരെ കൊണ്ട് സിനിമയാക്കുക. സർവോപരി സിനിമാ പ്രേക്ഷകരുടെ എല്ലാം മനം കവരുന്ന ശ്രീമതിയല്ല, പല ശ്രീമതിമാരുമായിട്ടൊക്കെ ഒന്ന് കാണുക. അവരുമായിട്ടല്ല, അത് പറയരുത്, അത് പറയരുത്. അത് ഏത് സർട്ടിഫിക്കറ്റാ? ശരി, പറയുന്നില്ല. അത് വേണ്ട. ഇതിനെല്ലാം വേണ്ടി മദ്രാസിലേക്ക് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ അവസരത്തിൽ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഞങ്ങൾക്ക് ട്രെയിന് സമയമായി, ഞങ്ങൾ പോണോ? Your attention please. Train number 20 Madras Mail going to Madras will arrive on platform number 1 shortly. വാടാ ഇറങ്ങി.
ഇതില് പേരെന്താ? നായര്, മിസ്സിസ് നായർ, ഹിച്ച്കുക്ക്. എടാ നിന്റെ ഒരു ഹിച്ച്കുക്ക് എന്ന് പിടിച്ചു വരാത്തവര്. കാലം ഞങ്ങൾ വരാം. കയറാൻ പറ്റേ റിസർവേഷൻ ഒക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലാതെ ഇതിൽ കേറൂ. ഹലോ, അല്ല ഇത് ആര്? നാടാൻ സാറാ? അയ്യോ, ഇതാര്? ടോണിക്കുട്ടനോ? ടോണി ഇവനെ കേറി. ഓക്കെ ആണല്ലോ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പുലിവാലുണ്ടാക്കി വെറുതെ എന്നെ സസ്പെൻഷനിലാക്കരുത്. സാറേ ഇത്ര അവിടെ മറ്റുണ്ടോന്ന്? ഏത്? അകത്തുണ്ട് ഫുള്ളൊരെണ്ണം, ബാഗിൽ ഉള്ളിലുണ്ട്. തൃശ്ശൂർ വേറെ വരും. എന്ത് ഇനി വണ്ടി ഒരു ബഹളല്ലേ ഇവിടെ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് പോകുന്ന 20-ാം നമ്പർ മദ്രാസ് അല്പസമയത്തിനുള്ളിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും. പെട്ടി എടേ, എന്റെ കണ്ണാടി എന്ത്? കണ്ണാടി നിന്റെ മൂക്കിൽ തന്നെ ഉണ്ട്. ഓ താങ്ക് യു. ഓ വെൽക്കം. എങ്ങോട്ട്? തൃശ്ശൂർക്ക്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ട, അലവലാദികളോ. അച്ഛനാണ്? അല്ല, ഹസ്ബൻഡാ. ശരി. അടികൊണ്ട് മൂന്നുവാണ്. എന്താ സംഭവം? എന്താ സംഭവം? അപ്പുറത്ത് പീസ് എവിടെ? ഇവിടെ അപ്പുറത്താ? കൊള്ളാം. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലുനാരായണം കട്ടുകൊണ്ടുപോയിട്ട് രണ്ടു കാലുള്ളൊരു തമ്പി പെണ്ണിനെ കണ്ടവരെല്ലാരും കൊണ്ടുപോയി നെഞ്ച കൊണ്ടുപോയി. കഞ്ഞിക്കുഴി നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലുനാരായണം കട്ടുകൊണ്ടുപോയി എന്തായി കല്യാണി മുല്ലപ്പൂ മണക്കണ കൊല്ലത്താരാൻ വന്നിട്ടുണ്ടോ? രാവൺ വന്നിട്ടുണ്ടോ? സംഗീതം കിളിമകളെ വരുമല്ലോ. സരിഗമ പദാനി സരിഗമ പദാനി സരിഗ. മെഹബൂബ മെഹബൂബ മെഹബൂബ. മ്യൂസിക് മ്യൂസിക്. ശല്യമായല്ലോ. നടരെ ആരാടോ ഇത്? ഇതെന്താ ചന്തയാണോ? ഇല്ല സാർ, കോട്ടയത്ത് നിന്ന് കുറച്ച് പിള്ളേരാ. നല്ല വെള്ള. എന്ത് വെള്ളമായാലും ഇത് ബാറൊന്നും അല്ലല്ലോ. തനിക്കൊന്ന് പറഞ്ഞു നിർത്തിക്കൂടെ? ശരി സാർ, ഇപ്പൊ പറയാം. കളി അപ്പൊ ട്രെയിനോ? പറയണ്ടെന്ന് വിചാരിക്കുമ്പോ കേറി പോവാ. ഞാനൊരു സ്പോർട്സ്മാനാടാ. സാറേ എന്താ പ്രശ്നം? എന്താ ടോണിക്കുട്ട, എന്റെ പൊന്ന് ടോണിക്കുട്ട, എന്റെ പണി കളയിക്കരുത് മോനെ. ആ കൊല്ലത്തെ മുതലാളി ഇല്ലേ ആർക്കനായാലും, അയാള് ചോദിക്കുക ഇവിടെ ആരാ അലമ്പുണ്ടാക്കണേന്ന്. റെയിൽവേ ചീഫ് ഓഫീസർമാരൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള ആളാ. എന്റെ പണി കളയിക്കരുത് മോനെ. ആരാ? അയ്യോ കേട്ടിട്ടില്ലേ, കൊല്ലത്തെ ഭയങ്കര മുതലാളി പാർട്ടീസാ. ശരി, ഞങ്ങള് നിർത്തിയേക്കാം.
സൈലൻസ്. സംഗീത ബോധമില്ലാത്ത കുറെ മുതലാളിമാരെ നാട്ടിലെ സെൻസ് ഇല്ല. ഞാൻ ഇന്നലെ അയാളോട് ചോദിച്ചു നോക്കി. ഞാൻ വരാട്ടാ. വിളിച്ചാ? ഇല്ലല്ലോ. വിളിച്ചില്ലേ? വിളിച്ചു. വിളിച്ചുണ്ട്. എന്താ പ്രശ്നം? എന്താ എന്താ പ്രശ്നം? ഉണ്ട്. വെള്ളമൊന്നും വേണ്ട. പാടില്ല പാടില്ല നമ്മെ കഴിവഴി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇതേത് പാട്ട്? ചങ്ങമ്പുഴ കവി ചെയ്യുന്നത്. എന്താ? എന്നിട്ട് നല്ല വെള്ളായിരുന്നു. കള്ളു കുടിച്ചു വിചാരിച്ചിട്ട് ഇവനൊന്ന് അമ്മയും പെങ്ങളില്ലേ? ഞാനോട് വെറുത്തു. എന്താ എവിടെ? അങ്ങ് അറ്റത്തെ ക്യാബിനില്. ഏയില്ല. എന്റെ പൊന്നു മോനെ, അത് അങ്ങയുടെ ഭാര്യയും മോളാ. കുഴപ്പമുണ്ടാക്കാരുടെ ആർക്കനാരുടെ എന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. ആണോ? സൗന്ദര്യം ആസ്വദിക്കാനുള്ളതല്ലേ നാടാർ സാറേ. സാറേ അകത്ത് കഴിഞ്ഞിട്ടോട് ഞാൻ വരാം. സാറിന് വെള്ളം എടുത്തോട്. അവിടെ അവിടെ ബാത്റൂം ഉണ്ട്. അവിടെ പോ. ടോണി, എനിക്ക് യൂറിൻ പാസ് ചെയ്യാം. ഞാൻ ഇപ്പൊ യൂറിൻ പാസ് ചെയ്യണ്ട. യൂറിൻ പിന്നെ പാസ് ചെയ്യാം കേട്ടാ. ഛർദിക്കണെങ്കിൽ അവിടെ പോയി ഛർദിച്ചേക്കിട്ട് എന്റെ കോട്ടുമ്പോ ഛർദിക്കരുത്. May I come in, sir? Yes. മിസ്റ്റർ ആർ കെ നായർ. അതെ. ടോണി കുരിശിങ്കൽ. കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ കറിയാച്ചനെ കേട്ടിട്ടുണ്ട്? ഇല്ല. ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട്. ജയിച്ചിട്ടുള്ളവരെയൊക്കെ എനിക്കറിയാം. ഈ പുള്ളി തോറ്റുപോയി. അന്ന് ഇലക്ഷൻ ടൈമില് തോട്ടം തൊഴിലാളികളൊക്കെ സ്ട്രൈക്ക് ആയിരുന്നു. അതുകൊണ്ട് തോറ്റുപോയി. സാറിന് പാട്ട് ഇഷ്ടമല്ലല്ലേ? ഓഹോ, അപ്പൊ താനായിരുന്നോ പാടിയത്? ഞാൻ മാത്രമല്ല, എന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട്. ഇത് വൈഫും ഡോട്ടറും ആണല്ലേ. ഞാൻ മദ്രാസിന് പോവാ. ക്രിക്കറ്റ് ടെസ്റ്റ് കാണണം. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നോവലിസ്റ്റാ, ഹിച്ച്കോ കഞ്ഞിക്കുഴി. കേട്ടിട്ടുണ്ടോ? ഓ, സാറിന് വായിക്കാനൊന്നും സമയം കാണൂലല്ലേ. ചേച്ചി കേട്ടിട്ടുണ്ടാവും. ഈ പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകമൊക്കെ മാനസികയിൽ വരുന്ന എന്റെ ക്ലോസ് ഫ്രണ്ടാണ് കഞ്ഞിക്കുഴി. കേട്ടിട്ടില്ലേ? ഞാൻ വായിക്കാറില്ല. സാധാരണ പൈങ്കിളി സാഹിത്യങ്ങളൊക്കെ ആണല്ലോ പെണ്ണുങ്ങൾ വായിക്കാറുള്ളത് അല്ലേ? നമ്മൾ ആണുങ്ങളെന്നൊക്കെ പറയുമ്പോ. സാറ് മദ്രാസിലെങ്ങോട്ടാ? കുറച്ച് ബിസിനസ് ആവശ്യങ്ങളുണ്ട്. ക്രിക്കറ്റ് ടെസ്റ്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ. കുട്ടിയുടെ പേരെന്താ? വാട്ട്സ് യുവർ നെയിം? ദേവി. ഈ ക്രിക്കറ്റ് ടെസ്റ്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. കപിൽ നമ്മുടെ ഫ്രണ്ടാ. കാഞ്ഞിരപ്പള്ളി വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട്. സത്യം. ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. വേണേ കൊണ്ട് കാണിച്ചു തരാം. വേണ്ട. അല്ല, കയ്യിലുണ്ട്. വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഇല്ല. വിഷമൊന്നും വിചാരിക്കണ്ട. ഇറ്റ്സ് എ പ്ലഷർ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്ലഷർ ഫോർ മീ. ഒരല്പം പ്രൈവസി കിട്ടിയാ കൊള്ളാം. ഞാൻ ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ലല്ലോ. ഇല്ല. ഞാൻ വരട്ടെ ചേച്ചി, ഞാൻ വരട്ടെ മോളെ. ഞാൻ കഥയൊന്നും അടയ്ക്കാതെ എന്താണ് ഇത് രണ്ടുപേരും കൂടെ? ഇവനെ കൊണ്ട് താങ്കളുടെ കാര്യം നോക്കുക.
കണ്ടടാ കണ്ടു. മോഡലിങ് എടുക്ക. ഇനി വേണ്ട. നിനക്കല്ല. കുടിക്ക. അയ്യോ ഇത് ആർക്കാ? എന്റെ ചങ്ക് കത്തിപ്പോയി മോനെ. ആശാനെ. നീ എന്തിനാ മോനെ എന്റെ ചങ്ക് കത്തിക്കണേ? എന്താ നിന്റെ ഉദ്ദേശം? അതെ, എനിക്കൊരു സഹായം ചെയ്യാം. നമ്മുടെ ആർക്കെന്നായിട്ടില്ലേ, അയാളുടെ ക്യാബിന് 3 പേരല്ലേ ഉള്ളൂ. അവിടെ 4 പേർക്ക് ഇരിക്കാമല്ലോ. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയിരിക്കാമല്ലോ. അപ്പൊ ഞങ്ങളോ? നിങ്ങൾ പോയി പണ്ടാരാ. അങ്ങനെ പറയരുത്. മോന്റെ കൂടെ വന്ന കുട്ടികളല്ലേ, അങ്ങനെ പറയുമ്പോ അവർക്ക് ഉണ്ടാവില്ല വിഷമം. മോനിപ്പോ എന്താ വേണ്ടേ? ആ കൂപ്പേ പോയിരിക്കണേ, അത്രയല്ലേ വേണ്ടു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ കൂപ്പയിലുള്ളവരെ ഈ കൂപ്പയിലേക്ക് ആക്കി, ഈ കൂപ്പയിലുള്ളവരെ ആ കൂപ്പയിലേക്ക്. അങ്ങനെയൊന്നും വേണ്ട. ആർക്കാരെന്നോട് പറഞ്ഞു, എന്തിനാ ആ കൂപ്പയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ഇവിടെ വന്നിരിക്കാമല്ലോ, നമുക്ക് സംസാരിച്ച് ജോളിയായിട്ട് പോവാമല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെന്നില്ലേ, അയാൾക്കൊരു വിഷമാവില്ലേ? എന്റെ പൊന്നു മോനെ, നിന്റെ പുളു കള. എന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കൂടി നിന്നിട്ട് അതെ, ഇപ്പൊ റെയിൽവേ വലിയ സ്ട്രിക്റ്റാ. സീറ്റ് നമ്പർ എവിടെ ഇട്ടിരിക്കുന്നോ അവിടെ ഇരുന്നോളണമെന്നാ നിയമം. ആ ക്യാബിന് 3 പേരല്ലേ ഉള്ളൂ. മോനെ, നീ എന്റെ പണി കളയിക്കരുത്. ഇനിയുള്ളത് എറണാകുളം കോട്ടയാ. എറണാകുളത്ത് നിന്ന് ഏത് നേവനാണേലും അവന് ഈ ക്യാബിനുള്ള സീറ്റ് കൊടുത്താൽ പോലെ. എന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടകാലത്തിന് എറണാകുളത്തുനിന്ന് കയറുന്നത് വല്ല റെയിൽവേ ഓഫീസറാണെങ്കിൽ ചിലപ്പോ എന്റെ പണി പോവും. അതുകൊണ്ട് എറണാകുളം എത്തട്ടെ, അവിടുന്ന് കയറുന്ന പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ ഓക്കെ. അളിയ അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കാൻ പോവാണല്ലേ. എറണാകുളത്ത് നിന്ന് കയറുന്ന പാർട്ടി അളിയന് സീറ്റ് തരാതിരിക്കട്ടെ. നീ എന്റെ കരുതാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. എറണാകുളത്ത് നിന്ന് കയറുന്നവൻ ആരായിരിക്കും? ആരായിരുന്നാലും നമുക്ക് അവനെ ഒതുക്കല്ലേ നാരായണ സാറേ. റെയിൽവേ ഓഫീസർ അല്ലെങ്കിൽ അവൻ ഒതുക്കുന്ന കാര്യം ഞാനേ. നീ ഗ്ലാസ് വെച്ചു, ഈ ഗ്ലാസ് ഇങ്ങനെ അവിടെ കൊണ്ടുപോയി